ഒഴുക്കി വിട്ടാലോ? ഞാൻ പോയത് ഒരു പ്രാവശ്യം. ഞണ്ടോ? ഞാൻ പേർക്ക് ഇതൊക്കെ ഞണ്ടുകുട്ടീന്റെ കൂടാണ്. ഞണ്ടുകുട്ടാടാ? ഞണ്ടിന്റെ കണ്ണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വരാൻ ഒരു 8 മണിക്കൂർ എടുത്ത് ഇങ്ങോട്ട് സ്പീഡ് ബോട്ടിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഒടുക്കത്തെ ക്ഷീണമായിരുന്നു. ഇപ്പോൾ സമയം 9:51. നീച്ച് കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതാണ് ഇവിടെ നീച്ച് കഴിഞ്ഞത്. നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ കാണുന്നൊരു കാഴ്ചയാണ്. ഇത് കണ്ടോ, നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ ഈ ഒരു സംഭവം. ഈ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയൊരു ഗ്രീനിഷ് ആയൊരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ നമ്മൾ നേരെ സ്പീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങി 6:30 ഒക്കെ ആയി. സ്പീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലെ ഫ്രണ്ട് കൊണ്ടുപോയി റൂമിൽ നിന്ന് ഫ്രഷ് ആകുമ്പോഴേക്കും പുറത്ത് നോക്കുമ്പോഴേക്കും ഇരുട്ടായി. കാരണം അപ്പോഴേക്കും 7 o'clock ആയി. പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് എന്തൊക്കെയാണെങ്കിലും ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് കണ്ടിട്ട് ഇന്നത്തെ വൈകുന്നേരം ആക്കണം. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. പുട്ട്, പരിപ്പ് കറി, ചായ ഉണ്ട്. കാണാൻ ചുറ്റോട് ചുറ്റും ഗ്രീൻ കളർ ക്രിസ്റ്റൽ ക്ലിയർ ആയ വാട്ടറാണ്. അതെ. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതേപോലെ ഈ നമ്മുടെ പുട്ടും കടലക്കറിയോ പരിപ്പ് കറിയൊക്കെയാണ്. അത് ഇതേപോലെ നമ്മൾ കഴിച്ചിട്ടൊന്നുമില്ല. കടലൊക്കെ നോക്കിയിട്ട് അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കട്ടെ. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോണത് ബുള്ളറ്റിലാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ലക്ഷദ്വീപ് കറക്കാൻ ഫുള്ള് ബുള്ളറ്റിലാണ്. അപ്പം ആദ്യമായിട്ടാണ് അപ്പോൾ ബുള്ളറ്റ് ഓടിച്ചു നോക്കട്ടെ. ബാഗിലെ സാധനമില്ല. പോവാ. കൊള്ളാം. ലക്ഷദ്വീപിൽ വന്ന് നമുക്ക് ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ടോ ഗൈസ്? അയ്യാ, അപ്പോൾ നമ്മളിത് ഇപ്പോൾ ലക്ഷദ്വീപിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. നമുക്ക് മുമ്പിൽ വൈകിട്ടായിട്ട് നമ്മുടെ ഷെഫീഖ് ബ്രോയും ഉണ്ട്. കണ്ടോ, ഇപ്പുറത്തുനിന്ന് നമുക്ക് കടൽ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ചെറിയ വീടുള്ളത് കൊണ്ടാണ് എന്നാലും ചെറിയ ഗ്യാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിൽ കണ്ടിട്ടില്ലേ? ഞാൻ എന്നാലും പറഞ്ഞത് ഇപ്പുറത്തുനിന്നും കാണുന്നുണ്ട്. നല്ല ഒരു രസമാണ് കേട്ടോ ഇവിടെ. പിടിച്ചിരുന്നു, ഇല്ലെങ്കിൽ നല്ല രസം വേറെ ഉണ്ടാവും. ബാക്കിലത്തെ സാധനമൊന്നുമില്ല. മെജോറിറ്റി ഇവിടെ തെങ്ങാട്ടോ. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നതൊക്കെ തെങ്ങാണ്. ഇവിടെ കൾട്ടിവേഷൻസ് ഒക്കെ കൂടുതൽ ഫിഷിങ്ങും ഇവരുടെ ഇതും. മീൻ പുഴുങ്ങിയിട്ട് ഉണക്കാൻ വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ അവരവരുടെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളപ്പോൾ നമ്മളുടെ ജോലി സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ കടല്. ഇന്ന് ഫിഷിങ്ങിന് കുറേ പേരൊക്കെ പോയിട്ടുണ്ട് മീൻ പിടിക്കാനൊക്കെ. കുറേ ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടൊരു നമുക്ക് കാണാൻ പറ്റും. ബോട്ടും അതുമാതിരി വഞ്ചിയും ഒക്കെ. അതെ, ആദ്യമായിട്ടാണ് ഹെൽമെറ്റ്. ഇതേ കഴിഞ്ഞ ദിവസമില്ല, എന്നും ഹെൽമെറ്റ് ഇട്ട് ഓടിക്കണം. ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് ഒന്ന് റോഡ് ക്രോസ് ചെയ്തതാണ്. തിരിച്ച് ക്രോസ് ചെയ്യാൻ നേരത്തെ എന്നെ പിടിച്ച് 250 പോയി. ഇവിടെ ഹെൽമെറ്റിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ തിരക്കോ അതേപോലെ തന്നെ യാതൊരു പ്രശ്നമോ ഒന്നുമില്ല. കാമായിട്ടൊരു ഏരിയ. ഇതാണ് എന്റെ വീട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്, ഷെഫീഖ് മുതലാളിയുടെ വീട്. ഇവിടെ വണ്ടികളിൽ ചാവിയൊന്നും അധികം ആരും എടുക്കാറില്ല. അതിന്റെ ആവശ്യമില്ല. ഇവിടെ കള്ളന്മാരില്ല എന്നാ പറയണത്. കള്ളന്മാർ പോവാണെങ്കിൽ ഇത്രയില് പോവുള്ളൂല്ലേ? അത് ശരിയാണ്. കള്ളന്മാർ വന്നപ്പോ എവിടെ സാധനം എടുത്തിട്ട് എങ്ങോട്ട് പോകാനാണ് അല്ലേ? ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി. ഗവൺമെന്റിന്റെ എന്തോ ഡൈവ് സെന്റർ.
നമ്മളപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അറ്റത്തെത്തി. ഇത് തെക്കേ ഭാഗമാണ്. ആ ഇതിന് കൂമേൽ എന്നാണ് പറയുന്നത്. കൂമേൽ ഇരിക്കുന്ന സ്ഥലം കൂമേൽ. ഈ പ്ലേസ് നെയിം ഈ സ്ഥലത്തിന്റെ പേര് കൂമേൽ എന്നാണ് പറയാ നമ്മള്. ഈ ഈ ഈ ഒരു സ്പോട്ടിന്റെ പേരാ. അപ്പൊ വേറെ വേറെ സ്ഥലത്ത് വേറെ വേറെ പേരൊക്കെ ഉണ്ട്. തെക്ക് ഭാഗത്ത് ഒരു കോമളം, അങ്ങനെ പിന്നെ അത് ചെറിയം, അത് വടക്കും തല, അങ്ങനെയൊക്കെ പറയും. ഒക്കെ ഈ കാണുന്ന ദൂരേ ഉള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നാട് മൊത്തം കാണാൻ പറ്റും. ഇത് നാടിന്റെ ഒരു വളവുള്ള സ്ഥലം. ആ അത് ഇവിടെ മൊത്തത്തിൽ 3 ഐലൻഡ് ഉണ്ട്. അത് ഇത് പിട്ടി, ഇത് വലിയ പിട്ടി, അത് ചെറിയ പിട്ടി, ഇത് തിലാക്കം. ആ റൂമിന്റെ പേരൊക്കെ ഇതിന്റെ ഓരോ അത് ചെറിയം ഐലൻഡ് കണ്ട. അതാണ് നമ്മൾ പറഞ്ഞ ചെറിയ ഐലൻഡ് എന്ന്. ഇത് അപ്പുറത്ത് വലിയൊരു ഐലൻഡ് കണ്ട. നമ്മുടെ നാട് തീർന്നതിന്റെ അവിടെ ചെറിയൊരു ഐലൻഡ് ആണ്. അതിന്റെ അപ്പുറത്ത് വേറെ നാട് പോലെ തന്നെ വേറെ ഒരു ഐലൻഡ് ആണ്. അതാണ് ആൾ താമസമൊന്നും ഇല്ല. നമ്മൾ വെറുതെ ഇങ്ങനെ പിക്നിക് ആയിട്ട് പോയിട്ട് വരാം. ഇത് പിട്ടി, അത് ചെറിയ പിട്ടി. അതിന്റെ പുറയിലിരിക്കണാണ് ചെറിയ പിട്ടി. ഇത് തിലാക്കം. ഇവിടെ മൊത്തം 3 നാടുണ്ട്. അതിന്റെ പുറയിലത്തെ വേറെ നാടാണ്. ഇത് കണക്ട് ചെയ്തിരിക്കണ്ടല്ലേ, കല്ലിട്ടിട്ട് നടക്കാൻ പറ്റില്ലേ? അത് കല്ലിട്ടിട്ടല്ല, അത് വേലി ഇറക്ക സമയത്ത് അവിടെ മൊത്തത്തിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവില്ല. അപ്പോ അത് റോക്സ് ആണത് ശരിക്ക്. ഇത് മൊത്തത്തിൽ ലഗൂണിന്റെ എൻഡാണ് ആ സാധനം കാണുന്നത്. അവിടെയാണ് തിരമാല പൊളിയണ കണ്ട. അത് മറ്റേ ബ്ലാക്ക് സീ ആണ് അപ്പുറത്ത്. ഡാർക്ക് സീ ആണ് അത്. ഷിപ്പിൽ നിങ്ങൾ സ്പീഡ് ബോട്ടിൽ വരുമ്പോ കണ്ട സ്ഥലമാണ് അത്. അവിടെ അടി കാണൂല. ഇവിടെ താഴത്ത് ക്ലിയർ വാട്ടർ ആകുമ്പോ അവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും. ഇവരുടെ ഓരോ ഇതേപോലെ എന്താണ് ഈ കൊടുങ്കാറ്റില് അടർന്നു പോയതാണോ? ഇതിന്റെ നടുക്കത്തെ മണ്ണ് ഒലിച്ചു പോയതാണ്. അടർന്ന് അങ്ങോട്ടായതല്ല, മൊത്തം മണ്ണുണ്ടായിരുന്നതാ. അവസാനം ഇതിന്റെ നടുക്കുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയതാണ്. ഒലിച്ചു പോയിട്ട് വേറെ ആയിപ്പോയത്. കണക്റ്റഡ് ആയിരുന്നു. മണ്ണ് ഒലിച്ചു പോയതാണ് ഇവിടത്തെ. അവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഹട്ടിൽ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവരവിടെ സ്നോക്കറിങ്ങിനും അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. അതിൻ്റെ അകത്തൊന്നുമില്ല, വെറുതെ ചെടിയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ സ്നോക്കറിങ്ങിന് പോവാ, പിന്നെ വെറുതെ ബോട്ടിലൊക്കെ കറങ്ങുക, അങ്ങനെ തിരിച്ചു വരിക. ഗ്ലാസ് വെച്ചിട്ട് വെള്ളത്തിന്റെ അടിയിൽ നോക്കുക. അങ്ങനെ അല്ല, ഗ്ലാസ് ബോട്ട് ഉണ്ടാവും. ഇവരുടെ തന്നെ ഗ്ലാസ് ബോട്ട് ഉണ്ടാവും. അവർ ഗ്ലാസ് ബോട്ടിലൊക്കെ കൊണ്ടുപോകും. നമുക്ക് അതാണ് കയാക്ക്. വേണമെങ്കിൽ നമുക്ക് അത് പൈസ അടിച്ചിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കാം. നമുക്ക് അവിടെ പോവാം. ഐലൻഡിൽ വേണമെങ്കിൽ പോവാം. ഞങ്ങളപ്പോൾ കയാക്കിങ്ങിന് പോവാണ്. അതേ ആ കാണുന്ന ദ്വീപിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. എന്താണ് അതിന്റെ പേര്? തിലാക്കം. ചെറിയ പെട്ടി, വലിയ പെട്ടി. അതെ, തിലാക്കം. അതായത് ഇവിടെ നിന്ന് വിട്ടുപോയ ഒരു കുഞ്ഞു ദ്വീപാണ്. ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ചെട്ടി ഇവിടത്തെ കേട്ടോ. കണ്ടോ മീനൊക്കെ ഇവിടെ നല്ല ക്ലിയർ അല്ലേ? അതെ, നല്ല അടിപൊളി, നല്ല ക്ലിയർ. നമ്മൾക്ക് നമുക്ക് മീനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതാ കുഞ്ഞു കുഞ്ഞു കറുത്ത മീനല്ല. അതാ അവിടെ അതാണ്ടോ, അതാണ് ഇവിടത്തെ ബോർഡർ അല്ലേ? അത് ഇവിടെ മാത്രമേ ഉള്ളൂ, എല്ലാവിടെയും അത് ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതേ. കെട്ടിവെച്ചതല്ല. എന്താ അതിന് പറയാ? ബോർഡർ തന്നെ പറയാ. പരന്നതായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്തായാലും അങ്ങോട്ടല്ലേ പോണ്, എത്തും നോക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതാ വരുന്നു. ഈ പരട്ട തുഴയുമ്പോഴാണ് കുഴപ്പം. കൂട്ടെ അവൻ പിടിക്കപ്പോ നിന്നോട് വീഡിയോ എടുക്കാനല്ലേ പറഞ്ഞത്?
നല്ല ഉപ്പാട്ടോ എന്നിട്ട് വായിൽ തെറിച്ചു. അല്ല രണ്ട് എൻ്റെ തുഴയുമ്പോ അല്ല പറയണത് വീഡിയോയിൽ റെക്കോർഡ് ആവാൻ വേണ്ടി. ഇതിനെന്ത് നല്ല രസമുണ്ട്. എനിക്ക് നേരെ സീ കുക്കുംബറ അതെന്താ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കയാക്കിങ് ചെയ്യാണ് കേട്ടോ. അതെ, കടൽ വെള്ളരി. ഓ, ഈ കറുത്ത വെള്ളത്തിൽ കാണുന്നത് കടൽ വെള്ളരിയാണ് അല്ലേ? അതെന്താ? കൊടുത്താ പൈസ കിട്ടുമോ? അടന്നൊരു 10 എടുത്തിട്ട് പോട്ടെ. അല്ല അതെന്താ സാധനം? കല്ലോ? ഇത് രണ്ടുപേരും കയാക്കിൽ ഒപ്പം തുഴയണം കേട്ടോ. വേണ്ട, ഞാൻ ഒറ്റ തുഴയാം. അല്ലെങ്കിൽ അല്ല, രണ്ടുപേരും ഒപ്പം തുഴയണം. ആക്ച്വലി രണ്ടുപേരും ഒപ്പം തുഴഞ്ഞില്ലെങ്കിൽ എന്താകും? ഒരു വേറെ സ്ഥലത്തേക്ക് പോകും. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡാ പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് തുഴയുക, ലെഫ്റ്റ് സൈഡ് പോകണമെങ്കിൽ റൈറ്റ് സൈഡ് തുഴയുക. തുഴഞ്ഞ് നമ്മളിതേപ്പോ തിലകം കാണാണ്ട് പോയ തിലാക്കം ബീച്ചിൽ എത്തിയിരിക്കുന്നു. തിലാക്കം പിരിഞ്ഞു പോയ ദ്വീപിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ അപ്പു തുഴഞ്ഞ് അപ്പു ലാൻഡിലെത്തിയിരിക്കുന്നു. ബാക്കിൽ ഞാൻ പോകും. ഇപ്പോ അതാ ഒരു കൈ തരുമോ? ഒഴുക്കി വിട്ടാലോ? ഞാൻ പോയത് ഒരു പ്രാവശ്യം. നമ്മളങ്ങനെ തിലാകം നിന്റെ ഒരു ബീച്ച് ഓരോ ഒഴുകിപ്പോയി. അതോ ബാഗൊക്കെ നനഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു. കാര്യമില്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് തുഴഞ്ഞത് ഗൈസ്. ഒറ്റയ്ക്ക്. നീ തുഴയുമ്പോ അത് ബോട്ട് വേറെ സ്ഥലത്തേക്കാ പോണത്. അതിനപ്പോ സ്പീഡിൽ തുഴയണേ. അപ്പോ ഇങ്ങനെ സ്പീഡ് തുഴയുമ്പോ ഞാൻ വൺ സൈഡ് തുഴയണേ ഉണ്ടാവുള്ളൂ. ഓ, അപ്പൊ നമ്മളിത് ഇവിടെ നിന്ന് അതാണ് നമ്മൾ പറഞ്ഞ ബോർഡർ കേട്ടോ. അതെ, കണ്ടോ? അവിടെ കണ്ടോ അപ്പുറത്തൊരു ഡാർക്ക് കളർ കാണുന്നത്? അതാണ് ബോർഡർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൈന വൻമതിൽ എന്നൊക്കെ പറയുന്ന പോലെ കൽപ്പേനി മതിൽ അല്ലേ? കൽപ്പേനി വൻമതിൽ തേരയുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. നാച്ചുറലി ഉണ്ടായതാണ്. അത് ഉണ്ടാക്കിയതല്ലേ? നാച്ചുറലി ഉണ്ടായതാണ് സംഭവം. ഞാൻ വിചാരിച്ചു അല്ലാതെ അവര് ഉണ്ടാക്കിയതൊന്നുമല്ല. അത് അതന്നെ. ഇതെന്താ ചെറിയ പെട്ടി? ഇതാണ് ചെറിയ പെട്ടി. ഇതിന്റെ ബാക്കിൽ മറിഞ്ഞിരിക്കുകയാണ് പറഞ്ഞില്ലേ, ചെറിയ പെട്ടി. കൽപ്പേനിക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് സ്വതന്ത്രമായി കഴിഞ്ഞ 2 കൽപ്പേനിയുടെ സ്വന്തം നമ്മൾ മാലകളിലൊക്കെ കാണില്ലേ? അവിടെ മാലകളിൽ കാണാം അതേ സാധനം. ഇതിന്റെ ചെറുതാണ് മാല. ഓക്കെ. വന്നാൽ എന്തായാലും നന്നായി, അടിപൊളിയുണ്ട്. അത് ഈ എന്താണ് തിരമാലകള്, അത് പറഞ്ഞ എന്താണ് ഇതിന് പറയാ? തിരമാലകള്, വേവ്സ് അല്ല, ടൈഡിന്റെ എന്താ പറഞ്ഞപ്പോ വേലിയേറ്റം വേലിയിറക്കം എന്ന രീതിയിൽ വരുമ്പോഴാണ് അത് കാണാൻ പറ്റുക. വേലിയിറക്കത്തിലാണ് ഈ ബൗണ്ടറി പോലത്തെ സംഭവം കാണാൻ പറ്റുക. അല്ലെങ്കിൽ അത് മൂടി പോകൂടാ. വെള്ളം കയറും. കണ്ടോ എത്ര ഫോഴ്സിലാ അവിടെ നിന്ന് അടിച്ചു വരുന്നത്. ഇവിടേക്ക് ആകുമ്പോൾ ഇത് കുറവല്ലേ, ആ ഒരു ഇതിൽ തട്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. സുനാമി സമയത്ത് കുഴപ്പമുണ്ടായി. ഓക്കി അടിച്ചില്ലേ അതിനുശേഷം? ആ സമയത്താണ് ഇവിടെ ആ സൈഡിലോട്ടാണ് അടിച്ചത്, ഈസ്റ്റേൺ സൈഡിൽ. അവിടുത്തെ ഒരുപാട് നാശനഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് വാട്ടർ ഒക്കെ കലങ്ങി, അവിടുത്തെ ഈസ്റ്റേൺ ചട്ടിയൊക്കെ കലങ്ങി. ഇതുവരെയായിട്ട് അത് റിപ്പയർ ചെയ്തിട്ടില്ല. 10 വർഷമായില്ലേ, എത്ര വർഷമായി? ഇതുവരെയായിട്ട് റിപ്പയർ ആയിട്ടില്ല. അതിൽ തന്നെയാണ് ഇതുവരെ ഇപ്പൊ ആളുകൾ കയറി ഇറങ്ങണതും എല്ലാം. വീടില്ല കേട്ടോ. സുനാമി വന്നപ്പോൾ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെയാണ് ബാധിച്ചത്. ഇവിടെ സുനാമി വന്നപ്പോൾ കുഴപ്പം. ഓക്കി അടിച്ചപ്പോഴാണ് ഇവിടെ ശരിക്ക് എഫക്ട് ചെയ്തത്.
ആൾക്കാർക്ക് വീടുകൾക്ക് നാശമൊന്നും ഇല്ലല്ല, ഒരു വീട് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കടലിന്റെ ഉള്ളിലായിട്ടാണ് ആ വീട് തന്നെ സ്ഥിതി ചെയ്യണത് ശരിക്ക്. അങ്ങനെ അത് പോയി. അത് പോയി. അത് അടിഞ്ഞു വരണല്ലേ, കേറി കേറി വരും. നമുക്കേ തെങ്ങിൻ കള്ള് കുടിക്കാൻ പോവാ. അതൊക്കെ കിട്ടും. അത് ഒപ്പിച്ചേരാം. കള്ളായിട്ടല്ല കേട്ടോ, കള്ളായിട്ടല്ല. അല്ല, ഇളനീർ വെള്ളമല്ല. ഇത് രാവിലെ എടുക്കണം. മധുരം ഉണ്ടാവും. ഇത് ചത്ത് കയറിയതാ, മീന് ചത്ത് കയറിയതാ. ഇത് കണ്ട, അത് ഇത് വരണ എല്ലാ ഐലൻഡിലും ഉണ്ടാവും കേട്ടോ. ആൾ താമസം ഇല്ലാത്ത എല്ലാ ഐലൻഡിലും ഇതുപോലത്തെ ഒരു സ്തംഭം ഉണ്ടാവും. അത് ഇത് ഓരോ ഐലൻഡിൽ ലക്ഷദ്വീപ് യൂണിയൻ ടെറിട്ടറിയാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് സ്ഥലം വിൽക്കാൻ പറ്റാത്തതും വാങ്ങാൻ പറ്റാത്തതൊക്കെ അവിടെ നാട്ടുകാർക്ക്. നിനക്ക് ഇതിനകത്ത് സ്ഥലം മേടിക്കാൻ പറ്റുമോ? പറ്റും. എവിടെ വേണമെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം മേടിച്ചു. വയസ്സാം കാലത്ത് ഇവിടെ വന്നിരിക്കുക അവൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു ശല്യവും ഇല്ല. കയാക്കിങ്ങും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, തുഴയുന്നു, സാധനങ്ങൾ അവിടെ പോയി വാങ്ങുന്നു, തിരിച്ചു വരുന്നു. സ്കൂബ ഡൈവിംഗ് അതും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലോർ ചെയ്യുക, ആൾക്കാരെ വിസിറ്റ് ചെയ്യുക, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, സൂപ്പറായി ഭക്ഷണം വിളമ്പി കൊടുക്കുക, സമാധാനമായിട്ടിരിക്കുക. കോറൽസ് ഉണ്ടാവും. നമ്മൾ അക്വാറിയത്തിലേക്ക് ഇടാൻ പറ്റിയ അതേ പച്ചപ്പ് കല്ലുകളാണ്. ഇത് കണ്ട വേഗം പൊട്ടണ മാതിരി തോന്നും, പക്ഷെ ഇത് കല്ല പാറ പോലത്തെ സംഭവം. എന്തായാലും നമുക്ക് നമ്മുടെ ബോട്ട് എടുത്തിട്ട്, നമ്മുടെ കയാക്കിംഗ് ബോട്ട് എടുത്തിട്ട് നമുക്ക് അടുത്ത ഐലൻഡായ ഇത് വലിയ പെട്ടിയുണ്ടല്ലേ, വലിയ പെട്ടിയിലേക്കാണ് ഇപ്പം നമ്മൾ പോണത് കേട്ടോ. നമ്മളിപ്പോൾ ഇതേ ഈ എന്താ പറയുക, തിലാക്കം ബീച്ച് അല്ല, തിലാക്കം ഐലൻഡ് നമ്മൾ ചുറ്റി വന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കട്ടെ. എന്തായാലും ആൾ താമസമേ ഇല്ലാത്ത ഒരു ഐലൻഡാണ്. എന്തൊരു സമാധാനം. ഫോണിനില്ലേ ഒരു റേഞ്ച് പോലും ഇല്ല. നമ്മളിനി അടുത്ത ദ്വീപിലേക്ക് കയാക്കിങ് തുടങ്ങിയിരിക്കുകയാണ്. കുന്തൻ ഡ്രൈവറല്ലേ നീ മുന്നിലിരിക്കുന്ന, ഞാൻ പിന്നിലിരിക്കുക. ഇതാണ് വെള്ളം മുന്നിലിരുത്തി തുഴഞ്ഞപ്പോൾ ഉള്ള ഒരു അവസ്ഥ. കണ്ടില്ലേ, വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, ബോട്ടിൻ്റെ അടിയും മുട്ടി. ഇവിടെ നമുക്കിതാ ഇവിടെ കണ്ടോ വെള്ളമേ ഇല്ല. നമുക്ക് കടലിനകത്ത് ഇങ്ങനെ ഇറങ്ങി. ഇപ്പോൾ വേലി ഇറക്കമാണ് അല്ലേ, വേലി ഇറക്കായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോകാം കേട്ടോ. കണ്ടോ, ഒരു കുഴപ്പമില്ല. വേണ്ട, നല്ല രസമുണ്ട്. അതെ, നല്ല രസമുണ്ട്. കല്ലുണ്ട് അല്ലേ, നല്ല കൂർത്ത കല്ലുകളുണ്ട്. നീയേ ബോട്ട് ഉരുട്ടിയിട്ട് വാങ്ങി. സംഭവം പരിപാടിയെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടേ, കടലിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും നമുക്ക്. വേണ്ട, ആ ഒരു വെള്ള കളർ കാണണം, അതുവരെ നമുക്ക് ഇങ്ങനെ നടക്കാം. അതെ, അവിടെ ഒരാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ വെള്ളമില്ലാത്ത ഭാഗത്തേക്ക് തുഴഞ്ഞു ഇങ്ങനെ ചുറ്റി. നമുക്ക് വേണ്ട കടലിൽ കൂടെ ഇങ്ങനെ നടക്കാം. അയ്യാ, നല്ല രസമാണ്. നല്ല കുത്തണ കല്ലുകളുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. പരിപാടി നല്ല ഉഷാറ പരിപാടി കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നമുക്ക് അടിപൊളിയായിട്ട് എല്ലാം മനസമാധാനമായിട്ട്. വന്നിട്ടാറ് പോട്ടെ. ശരി, ടാറ്റ. കയറാം. പോട്ടെ. പോയിക്കോ, തൊഴി. അയ്യോ, വെള്ളമില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടിയൊക്കെ നടക്കണത് കേട്ടാ. വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ വെള്ളത്തിൽ ഇതേ ഞാൻ കണ്ടോ, ഡ്രൈവർ ഉള്ളതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി. പോട്ടെ. പഠിച്ചു ബൊമ്മ പഠിച്ചു പരിപാടി പഠിച്ച് ഒരേ. പോട്ടെ, ഈ സൈഡിലേക്ക് പോട്ടെ.
പറയിക്കോ ഇത് കൂടെ പോവല്ലേ പോട്ടെ ഈ സൈഡ് ഇച്ചോ പിടിച്ചോ അടിപൊട്ടി എന്നാ വലത്തേക്ക് തുഴഞ്ഞോ വലത്തോട്ട് 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 ഇനി എന്താ ഓടിച്ചിറക്കട്ടെ സാധനം പോട്ടെ ഇനി ഫോൺ തന്നോ അങ്ങനെ നമ്മുടെ ബൊമ്മ അത് സംഭവം കയാക്കിങ് എല്ലാം ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് തുഴഞ്ഞ് അതിസാഹസികമായിട്ട് പോവുകയാണ് ഇത് സ്പീഡ് ബോട്ടൊക്കെ വരുന്നല്ലോ ഇവിടെ ചൈനീസുകാരൊക്കെ കഴിക്കുന്നുണ്ട് കല്ലൊന്നുമല്ല ഇതെന്താ സാധനം ഇത് കടൽ വെള്ളരി എന്ന് പറയും ഈ സാധനത്തിനാണ് കടൽ ഇത് ജീവനുണ്ടോ ഇത് ജീവനുള്ള സാധനം അതാണ് വെള്ളം ചീറ്റണല്ലേ അതിന് കണ്ണിങ്ങനെ ചുമതാണ് ഇനി നമുക്ക് അടുത്ത ഐലൻഡിലെ കാഴ്ചകൾ കാണാം കമോൺ ഇഷ്ടം പോലെ അതേ കുക്കുംബർ ഉണ്ട് കേട്ടോ ഇതാണ് കടൽ കുക്കുംബർ ചവിട്ടി പറഞ്ഞ പ്ലിന്നായി പോലേ ഇവിടെ മൊത്തം അതാണ് എന്നിട്ട് കഴിഞ്ഞാൽ അത് വേർത്ത് കുഞ്ഞു കുഞ്ഞു കണ്ട ചെറുത് കുഞ്ഞുണ്ട് ചെറിയ കുക്കുംബർ ഇതെന്താ എല്ലാ തന്നെ ആടോ ചെറുത് ഇത് ടൂറിസ്റ്റുകാർ വന്നിട്ടേ ഇതാണല്ലേ ഇതാണ്ടോ ഈ കാണുന്നതൊക്കെ അല്ലേ ഈ കാണുന്നത് ആ ചരല് പോലത്തെ ഇതൊക്കെ കോറിൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഉണ്ടായതാണ് ഈ തിരമാല അടിക്കുമ്പോൾ അടിച്ചടിച്ച് കരയിൽ കയറിയിട്ട് ഇതൊക്കെ കോറലല്ലേ അതായത് അതൊക്കെ റോക്സാണ് ഇത് റോക്കാണ് അല്ലേ ഈ സാധനങ്ങൾ ഇതിന്റെ അവശിഷ്ടം ഈ വെള്ളം ഈ വെള്ളം അല്ലേ ഗവൺമെന്റ് സർവന്റ് അല്ലാണ്ട് ഇവിടെ പണിയെടുക്കുന്ന ലേബേഴ്സ് ഒരുപാടുണ്ട് ഇപ്പൊ എന്റെ പെർമിറ്റിൽ ഇപ്പൊ ഞാൻ പെർമിറ്റ് എടുത്തിട്ട് ലേബേഴ്സിനെ കൊണ്ടുവരും എനിക്കിപ്പോൾ ഒരു 10-30 ലേബേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു മാസം 1000 രൂപ മേടിച്ചിട്ട് അവരെ പണിക്ക് വിടും ബാക്കി അവർ എടുക്കുന്ന പണിക്ക് അവർക്ക് അത് മറ്റേ എന്താ അവരുടെ പൈസ അവർക്ക് ലാഭമാണ് ഇവിടെ ബാറില്ല അങ്ങനെ അവർക്ക് വെള്ളമടിയില്ല കിട്ടുന്ന പൈസ അവർക്ക് ലാഭം സേവിങ് ആണ് അങ്ങനെയുള്ള അധികം ഇവിടെ ലേബേഴ്സായിട്ട് വരുന്നവർ അധികവും അങ്ങനെയുള്ളവരാണ് ഫുഡ് എക്സ്പെൻസ് ഒന്നും അധികം ഒന്നും ഉണ്ടാവില്ല കൊച്ചിന് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ വേറെ അപ്പൊ അതിനൊക്കെ നല്ല ചെലവ് വരും അത്യാവശ്യം നല്ല റൈസ് ഒക്കെ മേടിക്കുമ്പോ അവിടെ നിന്ന് എത്ര രൂപയായിരിക്കും റൈസിന് ഇവിടെ മെയിൻ ആയിട്ട് റൈസ് ഒക്കെ പുറത്തുനിന്ന് ആരും മേടിക്കല് വളരെ കുറവാണ് അതായത് ഇവിടെ സൊസൈറ്റിയിൽ നിന്നാണ് മേടിക്കുക നമ്മുടെ റേഷൻ അരി അതാണ് അധികം പേരും കഴിക്കുന്നത് റേഷൻ അരിക്ക് പിന്നെ റേറ്റ് കുറവല്ലേ ഇവിടെ ST കാറ്റഗറി ആയതുകൊണ്ട് APP BPL അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ ഉണ്ട് APL അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാർഡിൻ്റെ അപ്പോൾ അവന് റേറ്റും കുറവുണ്ടാവും ഫ്രീ ആയിട്ടുള്ള റേഷനും ഉണ്ടാവും പിന്നെ ഷോപ്പിൽ അരി വരാറൊക്കെ ഉണ്ട് ബിരിയാണി റൈസ് എത്ര വരും റൈസ് ഒക്കെ അത് റൈസ് നോർമൽ റേറ്റിനെ വെച്ചിട്ട് നല്ല കൂടും അവിടെ 50 രൂപ ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ 60-65 രൂപയൊക്കെ 10-20 രൂപ 10 രൂപയൊക്കെ കൂടും അല്ല ഈ കേരളത്തിൽ നിന്ന് ഈ പണിക്ക് വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഒരാൾ ഇപ്പം നിന്റെ ഒരു പെർമിറ്റിലാണ് വരുന്നുണ്ട് ഞാൻ അതിൽ തന്നെ പണിയെടുക്കാൻ പറ്റുള്ളൂ അതിൽ തന്നെ എന്ന് പറഞ്ഞാൽ അല്ല അയാൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് പണി വേണമെങ്കിലും എടുക്കാം ഇവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അയാൾ ഈ സ്പോൺസറിന് 1000 രൂപ മാസം കൊടുക്കും അതായത് നാട്ടിൽ നിന്ന് ഈ ബംഗാളികളൊക്കെ നമ്മുടെ നാട്ടിൽ പണി കേരളത്തിൽ വരുന്ന പോലെ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കയാക്കിങ്ങും ചെയ്ത് മടുത്തു നല്ല വെയിലുണ്ട്
പേടിയുണ്ട്. അതുപോലെയുണ്ട്. കാരണം സോൾട്ട് വാട്ടറിന് വേപ്പറൈസ് ചെയ്തിട്ട് നമ്മൾ വേർക്കുമ്പോൾ അത് ഉപ്പായിട്ട് മാറണം. ഇതാണ് അവസ്ഥ. എന്തായാലും നമുക്ക് നാളെ അറിയാൻ പറ്റും മുഖത്തിൻ്റെ അവസ്ഥയെല്ലാം. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള അവിടുത്തെ മെയിൻ പരിപാടികളൊക്കെ ഇതേപോലെ കയാക്കിംഗ് ഒക്കെ തന്നെയാണ്. നമ്മൾ പിന്നെ എന്താ പറയുക, ഇതേപോലെ ഓരോ സ്കൂബ ഡൈവിങ് ഓരോ ആക്ടിവിറ്റീസൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇതേപോലെ സമാധാനമായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ പീസ്ഫുള്ളായിട്ട് വരാം. അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ വേഗം ഓടി പോകേണ്ടി വരും. നമുക്ക് എന്തായാലും ഇപ്പോൾ ആ ഒരു പരിപാടിയൊന്നുമില്ല. സമയമെടുത്ത് ഓരോ ദിവസം ചെയ്യാം അല്ലേ. കടലിനൊക്കെ കോറലൊക്കെ കണ്ടോ, ഇവിടെ വന്നിട്ട് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ഫുള്ളും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ പോണ വഴിക്ക് നമ്മളിതേ ഇവിടെ അപ്പാപ്പനെ മറ്റേ പേരെ പിടിക്കുക പോകുന്നു അല്ലേ. മണ്ണിര ഫിഷ് ഇങ്ങനെ ചെയ്യാൻ ഉപകാരപ്പെടുന്നത് പാമ്പ് പോലത്തെ മണ്ണിര. ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. നമ്മളിവിടെ കാണുമോ? കയ്യിലുള്ളതാണ് മണ്ണിര. മണ്ണിരനെ പിടിക്കുന്ന സെറ്റപ്പാണ് അല്ലേ. അല്ലല്ല, ഉള്ള അത് ഓരോ സ്ഥലം അവർക്ക് അറിയുമായിരിക്കും. അതനുസരിച്ച് അതുണ്ടോ നോക്കാൻ അതിനാണ് കോല് കൊണ്ട് കുത്തുന്നത്. ഉള്ള സ്ഥലത്ത് ഇങ്ങനെ നോക്കിയിട്ട് അതിനെങ്ങനെ കുത്തും. എടുത്തോ വണ്ടി എടുത്തോ. നമ്മൾ നമ്മുടെ കയാക്കിംഗ് എല്ലാം തീർത്തു. അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ കയാക്കിംഗ് ഡ്രൈവർ അതിഗംഭീരമായിട്ട് ബോട്ട് ഓടിക്കാൻ പഠിച്ച് നമ്മളെ അതെ അത് ബോട്ടിൻ്റെ നമ്മളതാ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തിരിയാൻ പറ്റുമോ ആ മുഖം ഒന്ന് കാണാൻ? ഡ്രിഫ്റ്റ് ഒന്നും ചെയ്യണ്ട, വേണ്ട ഡ്രിഫ്റ്റ് ചെയ്യൊന്നും വേണ്ട. ഇവിടെ ഡ്രിഫ്റ്റ് ഒന്നും വേണ്ട, ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി. ഇറങ്ങട്ടെ, ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ കേട്ടോ. നനഞ്ഞേ ഇല്ല, ഭാഗ്യം. അങ്ങനെ നമ്മളത് കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഇനി ഇത് വലിച്ച് അവിടെ കൊണ്ടുപോയി വെച്ചാൽ പ്രശ്നം കഴിഞ്ഞു. ഇവിടെ ഒരുപാട് പേര് ചോദിക്കാനും പറയാനൊന്നുമില്ല. അതുകൊണ്ട് എടുത്ത സാധനങ്ങളെല്ലാം വൃത്തിയായിട്ട് എടുത്തോടെ തന്നെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഇത് ഈ കയാക്കിങ്ങിന് 1 മണിക്കൂറിന് എത്രയാ? പെർ പേഴ്സൺ 230 രൂപയാണ് മണിക്കൂറിനുള്ളത്. പെർ ബോട്ട്. സിംഗിൾ ബോട്ടിന് 120, വലിയ ഡബിള് ആൾക്ക് ഇരിക്കാനുള്ളതിന് 230 അങ്ങനെ എത്രയാണ്. പെർ അവറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ പോയതാ, പെർ അവറൊക്കെ കഴിഞ്ഞു, ഹാഫ് ഡേ ആയി. ഒരു എന്താണ് തിളക്ക, അതൊരു മതി. തിളക്ക നന്നായിട്ട് തിളക്ക കണ്ടില്ലേ. ഞങ്ങളുടെ കയാക്കിങ് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ആദ്യം തന്നെ എന്താ പറയുക പറഞ്ഞത്, ഇതേതാ വേണ്ട അത് പറയണില്ല. ചേട്ടാ മുഖമൊക്കെ കണ്ടില്ലേ. പിന്നെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കയാക്കിംഗ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. അടുത്ത നാളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് നമ്മൾ സ്കൂബ ഡൈവിങ്ങിനാണ് എനിക്ക് പോണത്. എന്തായാലും വീഡിയോ കാണണം. അടുത്തത് എല്ലാവരും ഫുൾ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്